ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് വെൽക്കം ടു ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷണൽ മോൺസ്റ്റർ. നമ്മൾ ഈ ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 4 വർഷം പൂർത്തിയായി. 5-ാമത്തെ വർഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില ദിവസങ്ങളിൽ നമുക്ക് റെക്കോർഡിംഗ് മാത്രം ആണ് ഉണ്ടായിരുന്നത്. സോ നമ്മൾ ഇയർ ഓഫ് ഫോക്കസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 2025 എങ്ങനെ എത്ര മനോഹരമായിട്ട് നമുക്ക് സക്സസ്ഫുൾ ആക്കി എടുക്കാനും എന്നുള്ള ഒരു ഡിസ്കഷനിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സീരീസ് ഒരു ഇൻസ്പിറേഷണൽ സെഷനോ മോട്ടിവേഷണൽ സെഷനോ അല്ല. അല്ലെങ്കിൽ ഓടിച്ചാടി ഓടിപ്പോകേണ്ടതില്ല. ഇൻസ്പയറിങ്ങും മോട്ടിവേഷണൽ സെഷൻസും ഒക്കെ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രമുണ്ടാകുന്ന സെഷനുകളാണ്. അതിൻ്റെ സ്പിരിറ്റ് വളരെ കുറവ് മാത്രമേ ഉണ്ടാവും. ബട്ട് ഇൻഫ്യൂസിങ് ദ സ്പിരിറ്റ് ഓഫ് വിന്നിങ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ബിക്കോസ് ഓഫ് ഇൻഫ്യൂസിങ് ദ സ്പിരിറ്റ് ഓഫ് വിന്നിങ് നമ്മൾ ബ്ലഡിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത് വഴി യഥാർത്ഥത്തിൽ ഒരാളുടെ സ്പിരിറ്റ് ഓഫ് വിന്നിങ് ആക്റ്റീവായിട്ട് ലൈവായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 4 വർഷമായി ആഴ്ചകളോളം, മാസങ്ങളോളം, ദിവസങ്ങളോളം ഒക്കെ ഇവിടെ വന്നു പോയ പലരും വളരെ മികച്ച സ്പിരിറ്റോട് കൂടി തന്നെ അവരുടെ ലൈഫിലെ ഓരോ പാർട്ടും വിൻ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് അവരുടെ ഓഡിയോയിൽ നിന്നോ അവരുടെ വീഡിയോകളിൽ നിന്നോ അവരുടെ എഴുത്തുകളിൽ നിന്നോ ഒക്കെ നമുക്ക് പല ദിനങ്ങളിലൂടെ ആയിട്ട് ലഭിക്കുന്നു. അതിൽ സന്തോഷവുമുണ്ട്. താങ്ക് യു സോ മച്ച്. ഇയർ ഓഫ് ഫോക്കസ് എന്താണ്? ഇയർ ഓഫ് ഫോക്കസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഫോക്കസ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹ്യൂമൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ആക്ഷനുമായി ബന്ധപ്പെട്ട്, ഇറ്റ്സ് നോട്ട് ഓൺലി എ തോട്ട് സോൺ, ഇറ്റ്സ് നോട്ട് ഓൺലി എ വേർഡ് സോൺ, ഇറ്റ് ഈസ് പ്യുവർലി എ ആക്ഷൻ സോൺ. സോ എല്ലാ ആക്ഷൻ സോണിലെ പ്രവൃത്തികളും ആക്ഷൻസും ഇൻസിഡൻസും തോട്ട് സോണിൽ നിന്നാണ് റേസ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ നിന്നാണ് ഒന്നുകിൽ അത് വേർഡ് സോണിലൂടെ തോട്ട് സോണിൽ ആക്ഷൻ സോണിൽ എത്തിച്ചേരുകയോ അല്ലെങ്കിൽ നേരെ ആക്ഷൻ സോണിൽ എത്തുകയോ ചെയ്തു. ഇവിടെ ഫോക്കസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്ട്രാക്ഷൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു, ഫോക്കസിന്റെ ഏറ്റവും വലിയ ശത്രുവിനെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. ഫോക്കസ് ചെയ്യാൻ ഒരാൾ ഉദ്ദേശിക്കുന്നത് അയാളുടെ ഏറ്റവും വലിയ ശത്രു അയാളുടെ ഡിസ്ട്രാക്ഷൻസ് മാത്രമായിരിക്കും. ഡിസ്ട്രാക്ഷൻസ് ലോകത്ത് ആർക്കും കണ്ടെത്താൻ കഴിയില്ല. മറ്റൊരാളുടെ ഡിസ്ട്രാക്ഷൻ വേറൊരാൾക്ക്, നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കോ കണ്ടെത്താൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. അപ്പൊ നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് കണ്ടെത്തേണ്ടത് നമ്മൾ മാത്രമാണ്. സോ ക്യാൻ യു ഫൈൻഡ് യുവർ ഡിസ്ട്രാക്ഷൻസ്? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഡിസ്ട്രാക്ഷൻസിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യം. നമ്മളോട് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യം. എൻ്റെ ശ്രദ്ധ തെറ്റിച്ചുവിടുന്ന, എൻ്റെ ഫോക്കസിനെ തെറ്റിക്കുന്ന, എൻ്റെ ഫോക്കസിനെ അശ്രദ്ധമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ കണ്ടുപിടിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. സ്കൂളിൽ പോയി ഫിസിക്സിന്റെയോ കെമിസ്ട്രിയുടെയോ ക്ലാസ് റൂമിൽ നിന്ന് വലിയ ഒരു കോൺവെക്സ് ലെൻസ് വെച്ച് ഒരു പഞ്ഞിയെ സൂര്യപ്രകാശത്തിന് നേരെ ഫോക്കസ്ഡ് ആയിട്ട് പിടിച്ചാൽ ആ പഞ്ഞി കത്തിക്കാം എന്നുള്ളത് പഠിച്ച കുട്ടി നിന്ന് വരാന്തയിൽ ഇരുന്ന് അത് ചെയ്യാനുള്ള ശ്രമം നടത്തവേ ഓരോ സെക്കൻഡിന്റെ അംശങ്ങളിലും സൂര്യൻ തന്റെ ഫോക്കസ്ഡ് ആയ പഞ്ഞിയിൽ നിന്ന് മാറിപ്പോകുന്നത് കാണാൻ സാധിക്കും. പലപ്പോഴും ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു കോൺവെക്സ് ലെൻസ്, ഒരു ഭൂതക്കണ്ണാടി, എന്താണ് പറയാ, അങ്ങനത്തെ ഒരു കോൺവെക്സ് ലെൻസിനെ കാണും അത് കൈകൊണ്ട് ഇളകുന്നതിനേക്കാളും വേഗതയിൽ സൂര്യൻ മാറുന്നത് കാണാൻ സാധിക്കും. ഒരു നിശ്ചിത സമയം ഫോക്കസ്ഡ് ആയി പിടിച്ചാൽ പഞ്ഞി കത്തുന്നതും കാണാൻ സാധിക്കും. ഇത് വളരെ സത്യസന്ധമായ ഒരു ശാസ്ത്രമാണ്. നിങ്ങൾ വെറുതെ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കൂട്ടോ. അങ്ങനെ മുമ്പ് ചെയ്യാത്ത ആണെങ്കിൽ ഇപ്പോൾ അത് ചെയ്യാൻ പറ്റും. അതിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ വളരെ വേഗത്തിൽ സൂര്യൻ മാറുന്നത് കാണും.
ആ സമയത്ത് ആ കുട്ടി കാണിക്കേണ്ട ശ്രദ്ധയാണ് യഥാർത്ഥത്തിലുള്ള ഫോക്കസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു ഉദാഹരണം. അത്ര വേഗത്തിൽ ശ്രദ്ധാപൂർവം ആ ഫോക്കസ്ഡ് ആയിട്ട് ആ പഞ്ഞിയിലേക്ക് അത് എത്തുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അത് കത്തിക്കാൻ പറ്റും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ക്യാമറയ്ക്ക് ഒന്നോ രണ്ടോ ക്യാമറയ്ക്ക് വെച്ച് ഈ പ്രവൃത്തി ചെയ്ത് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഗ്രൂപ്പിലിടാൻ പറ്റും. മുമ്പ് ഞാൻ പറഞ്ഞ ചില എക്സാമ്പിളുകളൊക്കെ ചില ആളുകൾ ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലായിട്ട് വീഡിയോ ഇട്ടത് നമ്മളിപ്പോൾ ഓർക്കുന്നു. ചില എക്സാമ്പിൾസ് ചിലപ്പോൾ ഇതെന്ത് വെറുതെ പറയാനും നോക്കാനൊക്കെ അങ്ങനെ ഏത് അക്കാഡമിക് ഇൻട്രസ്റ്റിലായിരുന്നാൽ പോലും നിങ്ങൾ ട്രൈ ചെയ്താൽ ആ ഫോക്കസിൽ നിങ്ങൾ കൊടുക്കേണ്ട എഫേർട്ട് നിൽക്കാറുണ്ട്. ആ ഫോക്കസ് നിങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് നിങ്ങളുടെ പുറകിൽ നിന്ന് ഒരാൾ വിളിച്ചാൽ വിളിക്കുന്ന മാത്രം നിങ്ങളുടെ കയ്യിലാണ്. ഒരു കോളിംഗ് ബെല്ല് വന്നാൽ നിങ്ങളുടെ കയ്യിൽ, മറ്റൊരു ഫോൺ ബെല്ല് വന്നാൽ നിങ്ങളുടെ ശ്രദ്ധ പോകും. എല്ലാം നിങ്ങളുടെ ശ്രദ്ധ തെറ്റിപ്പോകും. ആ സമയത്തൊക്കെ നിങ്ങളുടെ കൈ നിങ്ങൾ പിടിച്ചിരിക്കുന്ന ഈ കണ്ണക്സിന്റെ കൈയിന്റെ ഫോക്കസ് നിൽക്കുന്നത്. അടുക്കളയിൽ ചായ വെക്കാൻ വേണ്ടി വെള്ളം വെച്ച ഒരു വീട്ടമ്മ, അല്ലെങ്കിൽ പാല് തിളക്കാൻ വേണ്ടി ഹോബിന് മുകളിൽ അല്ലെങ്കിൽ അടുപ്പിന് മുകളിൽ തീ കത്തിച്ചു വെച്ച ഒരു വീട്ടമ്മ, ഒരു ചായ ഉണ്ടാക്കാനായിരുന്നാലും പാൽ തിളപ്പിക്കാനായിരുന്നാലും അതിനിടക്ക് ഒരു കോളിംഗ് ബെല്ല് വന്നാൽ അവര് ലൈറ്റ് ഓഫ് ചെയ്ത്, ഗ്യാസ് ലൈറ്റ് അല്ലെങ്കിൽ അവരുടെ അടുപ്പ് ഓഫ് ചെയ്തിട്ട് പുറത്ത് പോയി ബെല്ലടിച്ചിട്ട് പാലുകാരനാണോ പത്രക്കാരൻ ബെല്ല് ചോദിക്കാനാണ്. അങ്ങനെ ഓരോരുത്തരും ചോദിക്കുന്ന സമയത്തൊക്കെ ഗ്യാസ് ഓഫ് ചെയ്ത് പുറത്ത് പോയി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് വേറെന്തോ ഒരു സാധനം ചോദിക്കുന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന്, കുട്ടികൾ സ്കൂളിൽ പോകാൻ വേണ്ടി വേറെന്തോ ചോദിക്കും. ഓരോന്നും കൊടുത്തിരിക്കുന്നു. റെഗുലറായിട്ട് ഇതിന്റെ ശ്രദ്ധ, ഇതിന്റെ അടുപ്പ് ഓഫ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സമയം കൊണ്ട് ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. സപ്പോസ് ആ പാല് നിങ്ങൾ നല്ലൊരു മികച്ച തീയോട് കൂടി ഓണാക്കി വെച്ചിട്ട് നിങ്ങൾ ഇതിനൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ വിചാരിച്ച വിധത്തിൽ ആ പാലിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കാം ആവശ്യപ്പെടുന്നില്ല. ഈ ഉദാഹരണങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഫോക്കസ് എന്ന് പറയുന്നത് ചില നിർബന്ധമായി ചില സന്ദർഭങ്ങളിൽ തീർക്കണം എന്ന് വിചാരിക്കുന്ന ചില നിർണായക പ്രവൃത്തികളിലെ ഉള്ളിൽ നിർബന്ധമായും നമ്മൾ എടുക്കേണ്ട ശക്തമായ ഒരു ആക്ഷൻ, ശക്തമായ ഒരു കോൺസെൻട്രേഷൻ ഫോക്കസുമായി ബന്ധപ്പെടുന്നത്. ശബ്ദത്തിന് ക്ലാരിറ്റി കുറവുണ്ട്. നാസർമാഷിന്റെ എഴുത്തുണ്ട്. ഈ ശബ്ദം വളരെ ക്ലാരിറ്റി കുറവുണ്ടോ എന്ന് ബാക്കിയുള്ള ആളുകൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുകയോ ചെയ്യാം. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റൂ. താങ്ക് യു സോ മച്ച്. കേൾക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കും. നമ്മുടെ ഫോക്കസിന് ഏറ്റവും വലിയ ശത്രു നമ്മളുടെ ചുറ്റുപാടുമുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസും. കൃത്യമായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങുന്ന ഒരാള് അത് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള, പുറകോട്ട് വലിക്കുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഡിസ്ട്രാക്ഷൻസ് ആണ്. ഒരു കാര്യം ചെയ്യണമെന്ന്, ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെന്ന് ആഗ്രഹിച്ച് അതിനെ പുറകോട്ട് വലിക്കുന്ന വീട്ടിലുള്ള ചുറ്റുവട്ടത്തുള്ള നമ്മളുടെ വേണ്ടപ്പെട്ട ആളുകളും നമ്മളെ പിന്തിരിപ്പിക്കുന്നത് നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ആണ്. ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഡ്രൈവിംഗ് ചെയ്യാൻ പോകുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് ഇവിടെ പഠിച്ച് പിള്ളേർ ലൈസൻസ് എടുത്ത ആളുകൾക്കുണ്ട്. ഓറഞ്ച് ആപ്പിളിലൂടെ തന്നെ മോട്ടിവേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആയിട്ട് വിന്നിംഗ് സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ലൈസൻസ് എടുത്തുന്ന ആളുകൾക്ക് ഇതിനകത്തിരിക്കുക. റിയലി അപ്രീഷിയേറ്റ് യു ഓൾ. ഈ ഒരു അച്ചീവ്മെന്റിന്റെ പുറകിൽ നമ്മളുടെ ഫോക്കസ് മാത്രം. ചില ആളുകൾ വളരെ സീരിയസ് ആയിട്ട് സക്സസ് ആണെന്ന് വേണ്ടി തീരുമാനിക്കുമ്പോൾ അത് ആളുടെ അടുത്തും ഡിക്ലെയർ ചെയ്യാതെ വളരെ സിമ്പിൾ ആയിട്ട്, സീക്രട്ട് ആയിട്ട്, വളരെ സീരിയസ് ആയിട്ട് അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിലോ മറ്റോ അല്ലെങ്കിൽ ന്യൂസിലോ മറ്റോ കണ്ട ഒരു സംഭവം, പത്ര ഏജൻസിയുടെ ആളുകൾ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ മകന് സിവിൽ സർവീസ് എക്സാമിന് IAS-ലോ IPS-ലോ ഇത്ര റാങ്ക് ഉണ്ടല്ലോ, ഈസ് ദ വിന്നർ ഓഫ് ദ ഇയർ എന്നൊക്കെ പറഞ്ഞു വന്ന സമയത്ത് അവിടെ അച്ഛനും നമുക്ക് ആ വിവരം തന്നെ അറിയാം. അവര് പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് അതിനകത്ത് അങ്ങനെ ഒരു വിവരം ഇല്ലേ, നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെ എഴുതിയിട്ടായിരുന്നു. അവൻ വിചാരിച്ചതിൽ റാങ്ക് കിട്ടാത്തതുകൊണ്ട് അവനെ ഫോറിൻ സർവീസിൽ ഒറ്റത്തിന് പോയിട്ടില്ല. പിന്നെ അത് ഒഴിവാക്കി, ഞങ്ങളൊക്കെ അവനെ ഡീമോട്ടിവേറ്റ് ചെയ്തവനെ ഒഴിവാക്കി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ തന്റെ സ്വപ്നങ്ങളെ, തന്റെ ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രവൃത്തികളെ നിരന്തരമായി തന്റെ ചുറ്റുപാടുമുള്ള ആളുകൾ ഡീമോട്ടിവേറ്റ് ചെയ്യുകയോ ഫോക്കസിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്നു എന്നതുകൊണ്ട് പിന്നീട് അത് ആരോടും പറയാതെ ഒറ്റക്ക് പ്രാക്ടീസ് ചെയ്ത് താൻ ഉദ്ദേശിച്ച അതേ റാങ്ക് അതേ ഡിവിഷനിൽ അച്ചീവ് ചെയ്തിട്ട് പോലും വീട്ടിൽ പറഞ്ഞില്ല. റിസൾട്ട്
കിട്ടിയിട്ട് പത്രക്കാരാണ് വിളിക്കുന്നത്. സി ഇത് ചില ഫോക്കസ്ഡ് ആയിട്ടുള്ള ആക്ഷനുമായി ബന്ധപ്പെട്ട്. സി ഈ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആക്ഷൻ നെഗറ്റീവായും പോസിറ്റീവായും ചെയ്യാൻ സാധിക്കുന്നില്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സി നെഗറ്റീവായിട്ട് നമ്മുടെ ബ്രെയിനിനെ ഫോക്കസ്ഡ് ആക്കി നിർത്താൻ നമുക്ക് സാധിക്കും. അതേ ശക്തിയിലോ അതിനേക്കാൾ എത്രയോ ഇരട്ടി ശക്തിയിലോ പോസിറ്റീവായിട്ട് നിർത്താനും നമുക്ക് സാധിക്കും. സി പോസിറ്റീവായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ മൈൻഡിന് സബ് കോൺഷ്യസ് മൈൻഡിനെ ട്യൂൺ ചെയ്ത് വളരെ ശക്തമായി നിർത്താൻ നമുക്ക് കഴിയുന്നുണ്ട് എങ്കിൽ നമ്മളുടെ ജീവിതം വളരെ സക്സസ്ഫുൾ ആയ ഒന്നായിട്ട് മാറുന്നു. ജീവിതം എന്ന് ഉദ്ദേശിക്കുന്നതിന് നിങ്ങൾ 365 ഡിഗ്രിയിലോ 365 ദിവസത്തിലോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എത്തിപ്പിടിക്കുന്നതിനെയാണ് സക്സസ് എന്ന് തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ആളുകൾ ഭൂമിയിൽ ധാരാളമായിട്ട് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ജീവിത വിജയം എന്ന് പറയുന്നത് ലോകത്തെ ആളുകളൊക്കെ വിജയിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് താരതമ്യം ചെയ്യാൻ പറ്റും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രവൃത്തി എന്താണോ ആ പ്രവൃത്തിയുടെ പൂർണ്ണതയിലേക്കോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്കോ നിങ്ങൾ വലിയ ബുദ്ധിമുട്ടുകളോ താറുമാറാകാതെ വലിയ പ്രശ്നങ്ങളില്ലാതെ തകരാറുകളില്ലാതെ എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, ഇപ്പൊ 25-ാം തീയതി ഇവിടെ മാരത്തൺ നടത്തുന്നില്ല. ഈ മാരത്തൺ പങ്കെടുക്കാൻ വേണ്ടി ലോകത്തിന്റെ രാജ്യങ്ങൾ 150-200-ലധികം രാജ്യങ്ങളിൽ ആളുകൾ രജിസ്റ്റർ ചെയ്ത് വരുന്നു. മാരത്തൺ 42.195 കിലോമീറ്റർ പൂർത്തിയാക്കുന്ന ആളുകളൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളാണ്. അതിനകത്ത് സർട്ടിഫൈഡ് ആവണില്ല. ബട്ട് അതിനകത്ത് 1-ാം സ്ഥാനമോ 2-ാം സ്ഥാനമോ 3-ാം സ്ഥാനമോ കിട്ടി അതിന്റെ ലോകക്കണക്കിന് മില്യൺ കണക്കിന് കാശ് സമ്മാനങ്ങൾ വാങ്ങുന്ന ആളും വിജയിച്ചാണ് അത് പൂർത്തിയാക്കിയാലും വിജയിച്ചു. അതിന്റെ സമയം വേരിയേഷൻ ഉണ്ടാവുന്നത് അവനവന്റെ വേഗതയെ അനുസരിച്ച്. ആ വേഗത അടുത്ത പ്രാവശ്യം കൂട്ടാൻ സാധിക്കും. അങ്ങനെ ഓരോ വിക്ടറിയെയും നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഒരാൾ നേടിയത് നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാനോ മറ്റൊരാൾ നേടിയത് നമ്മളുടെ പ്രവൃത്തിയുമായിട്ട് കമ്പയർ ചെയ്യുകയോ ചെയ്യേണ്ട അത്യാവശ്യമാണ്. അപ്പൊ ഇവിടെ ഓരോരുത്തരുടെയും ഫോക്കസ് വേരിയേഷൻ ഉണ്ടാകും എന്നത് ഞാൻ പറയുന്നത്. ഒരേ കുക്കിംഗ് സ്കൂളിൽ നിന്ന് ഒരേ അധ്യാപകന്റെ കീഴിൽ ഒരേ പാറ്റേണിൽ ഒരേ മെത്തഡോളജിയിൽ ഒരേ റെസിപ്പിയിൽ ഒരേ രീതിയിൽ കുക്കിംഗ് പഠിച്ച് പുറത്തു വന്ന 20 വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്ന ബിരിയാണി 20 ടേസ്റ്റിലേക്ക് പോകുന്നത് പ്രധാനപ്പെട്ട കാരണമാണ് അവരുടെ പ്രവൃത്തിയുടെ ഫോക്കസുമായി ബന്ധപ്പെട്ടോ ആക്ഷനുമായി ബന്ധപ്പെട്ടോ സീരിയസ് ആയിട്ടുള്ള കോൺസെൻട്രേഷനുമായി ബന്ധപ്പെട്ടോ. ഇത് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ. അപ്പൊ ഇവിടെ ആക്ഷനിൽ തോട്ട് ഇൻവോൾവ് ചെയ്യുന്നു, മൈൻഡ് ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്യുന്ന ആക്ഷൻസ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ 2-3 ഡ്രൈവേഴ്സ് ഉണ്ട്. ഈ 3 ഡ്രൈവേഴ്സിന് കൂടെ നിങ്ങൾ ട്രാവൽ ചെയ്തിട്ട് അതൊന്ന് മകനാവാം, അച്ഛനാവാം, ഭർത്താവാകാം, ഭാര്യയാകാം, മറ്റാരെങ്കിലും ആവാം. എന്നിട്ട് നിങ്ങൾ പറയും ഇന്ന ആളുടെ ഡ്രൈവിംഗ് ആണ് വളരെ ഉഷാർ. എന്തുകൊണ്ടാണ് അയാൾക്ക് നിങ്ങൾ സാറ്റിസ്ഫൈഡ്? എന്ത് വേരിയേഷനാണ് കാണുന്നത്? എല്ലാവരും ഇതേ ഗിയറും ഇതേ സ്റ്റിയറിങ്ങും ഇതേ ക്ലച്ചും ഇതേ ബ്രേക്കും ഇതേ ആക്സിലേറ്ററും മാത്രം ഇതേ റോഡിലൂടെ തന്നെ പോയിട്ട് നിങ്ങൾ ചില ആളുകൾക്ക് മാർക്കുണ്ട്. ഇൻവോൾവ്മെന്റ് ഇൻ ഫോക്കസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അതാണ് അയാളുടെ പ്രവൃത്തിയെ ഭംഗിയാക്കി. ഫോക്കസിനകത്ത് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുന്നതിന് തടയുകയും പ്രവൃത്തിയിൽ ഇൻവോൾവ്മെന്റിന്റെ പേഴ്സൻറ്റേജ് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്താൽ വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ ഫോക്കസ് ഏതൊരാളുടെയും ഫോക്കസിനെ കൂടി സൂക്ഷ്മമായിട്ട് വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഒന്ന് നമ്മൾ finding out the distractions and avoid all distractions and try to avoid all distractions. രണ്ട്, ഇൻവോൾവ്മെന്റ് ഓഫ് ആക്ഷൻസ്. ആക്ഷനുകളുടെ ഇൻവോൾവ്മെന്റിന്റെ ഇന്റൻസിറ്റി വർദ്ധിപ്പിക്കാമെന്നാണ്. അതാണ് അതിന്റെ ബ്യൂട്ടി. അതിന്റെ ഓരോ ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്യുന്നു. ഞാൻ വളരെ അടുത്തറിയുന്ന ഒരാൾ കഴിഞ്ഞ 5 മാസക്കാലം തുടർച്ചയായിട്ട് ഷട്ടിൽ ടൂർണമെന്റിൽ പങ്കെടുത്ത് കഴിഞ്ഞ മാസം ചാമ്പ്യൻ ആയത് ഞാൻ മനസ്സിലാക്കിയത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻ അവോയ്ഡ് ചെയ്യുകയും തുടർച്ചയായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഇന്റൻസിറ്റി ഇംപ്രൂവ് ചെയ്യുകയും ചെയ്തുകൊണ്ട് മാത്രം. ഓരോ ആളുകളും പല സ്പോർട്സ് അച്ചീവ്മെന്റ് നടത്തിയിട്ടുള്ള ഇന്റർവ്യൂസ് CNN BBC ഒക്കെ അവരുടെ സ്പോർട്സ് മേഖലയിൽ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവരുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ചും അവരുടെ ഡിസ്ട്രാക്ഷൻ അവോയ്ഡിങ്ങിനെ കുറിച്ചുമാണ് പറയുന്നത് നമുക്ക്. ഇന്ന് തന്നെ നമ്മുടെ ഡിസ്ട്രാക്ഷൻസ്, നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന എല്ലാ കാര്യങ്ങളും മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഫോക്കസ് നമ്മുടെ പ്രവൃത്തി എന്തുമാത്രം
വളർത്തിയെടുക്കാൻ, ഇൻവോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കും, അതിന് വേണ്ടി ശ്രമിക്കാം. അങ്ങനെയാണ് ഏറ്റവും മികച്ച അധ്യാപക അവാർഡ് ആളുകൾ നേടുന്നത്. അധ്യാപകനാവാൻ വേണ്ടി എല്ലാവരും ഒരു TTC-യും എല്ലാവരും ഒരു B.Ed ഒക്കെ തന്നെ പഠിച്ചത്, ഒരേ പാറ്റേൺ ഓഫ് സ്കൂളും ഒരേ പാറ്റേൺ ഓഫ് കരിക്കുലം തന്നെ പഠിച്ചത്. പക്ഷെ എന്തുകൊണ്ടാണ് വ്യത്യസ്തമായ രൂപത്തിൽ പലരും അവാർഡ് വിൻ ചെയ്യുന്നതിന്റെ ബേസിക് റീസൺ, ദേ വിന്നേഴ്സ് ആർ ഡൂയിങ് എന്താണ്, എല്ലാ തിങ്സ് ഡിഫറെന്റ്ലി ആയിട്ട് ചെയ്യുന്ന ആളുകൾ. ദേ ആർ നോട്ട് ഡൂയിങ് എനി ഡിഫറെന്റ്. അവർ ഒരേ കാര്യം ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നു എന്നതുകൊണ്ട് അവരുടെ ഇൻവോൾവ്മെന്റിന്റെ ഇന്റൻസിറ്റി കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് അവർ മറ്റുള്ളവരെക്കാളും മികച്ചതാകും. സോ ഏറ്റവും മികച്ച ഒന്നിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ചിന്തയും ചർച്ചയുമാണ് ലൈഫ് ലേണിംഗ് ലെസൺസ്, ജീവിതാനുഭവ പാഠങ്ങളിൽ എന്ന് ഓറഞ്ച് ആപ്പിളിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനും ചിന്തിക്കാനുമുള്ളത്. സോ ട്രൈ ടുഡേ, ഇന്ന് 5-ാം തീയതി, ജനുവരി 5, 2025, ഇയർ ഓഫ് ഫോക്കസിൽ നമ്മുടെ ഫോക്കസ് ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ ആവശ്യമുള്ളത് ഇൻവോൾവ്മെന്റ് ഇന്റൻസിറ്റി ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഐ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും ഒരാൾക്ക് മൈക്ക് പെട്ടെന്ന് എടുക്കാം, ഒരു ജസ്റ്റ് ഒരു കാര്യം പറയാൻ നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു. ബൈ ഫൺ. നാസർ മാഷ്. ടീച്ചർ, you can do what of things.